നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല, അകാരണമായി സേവനങ്ങൾ വൈകിപ്പിക്കുന്നതും ലഭ്യമാകാതിരിക്കുന്നതും അഴിമതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതിയെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ ഫലം എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിജിലൻസ് സംവിധാനം ഇടപെടൽ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണം. പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് വ്യാപാരികൾ വീണ്ടും തടഞ്ഞു. ആവശ്യമായ പുനരധിവാസം നഗരസഭ ഒരുക്കുന്നില്ലെന്ന് വ്യാപാരികൾ. ബയോഡീസൽ എന്ന പേരിൽ സംസ്ഥാനത്തേക്ക് വ്യാജ ഇന്ധനം ഒഴുകുന്നതായി പമ്പ് ഉടമകൾ. പരിശോധന ശക്തമാക്കണമെന്ന് ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ്. വ്യാജ ഇന്ധന കടത്തിനെതിരെ സർക്കാർ നടപടി ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. പുനലൂർ നഗരസഭാ പാർക്ക് നവീകരിക്കണമെന്ന് ആവശ്യം. 25 വർഷം മുമ്പ് നിർമ്മിച്ച പാർക്ക് ജീർണാവസ്ഥയിൽ. കോൺക്രീറ്റ് ഇരിപ്പിടങ്ങൾ, ശില്പങ്ങൾ എന്നിവയും നശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അഭിമാനബോധമില്ലാതെ കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല, അകാരണമായി സേവനങ്ങൾ വൈകിപ്പിക്കുന്നതും ലഭ്യമാക്കാതിരിക്കുന്ന പ്രവണതയും അഴിമതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതിയെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ ഫലം അർഹതയുള്ള എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിജിലൻസ് സംവിധാനം ഇടപെടൽ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെയും പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചത്. അഭിമാനബോധമില്ലാതെ കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല, അകാരണമായി സേവനങ്ങൾ വൈകിപ്പിക്കുന്നതും ലഭ്യമാക്കാതിരിക്കുന്ന പ്രവണതയും അഴിമതിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 7ാമത്തെ വിജിലൻസ് കോടതിയാണ്. നിലവിൽ തിരുവനന്തപുരം, കോട്ടയം, മൂവാറ്റുപുഴ, തൃശൂർ, കോഴിക്കോട്, തലശ്ശേരി എന്നിവിടങ്ങളിൽ വിജിലൻസ് കോടതികൾ പ്രവർത്തിച്ചു വരുന്നു. ഇതിന് പുറമെയാണ് ഇന്ന് കൊല്ലം ജില്ലയിൽ ഒരു വിജിലൻസ് കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതിൻ്റെ അർത്ഥം ഇവിടെ അഴിമതിയേ ഇല്ല എന്നല്ല. അഴിമതി പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പൊതുവെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വിഭാഗം ഇപ്പോഴും അഴിമതി നടത്താമെന്ന് ചിന്തിക്കുന്നു. ഇതൊരു ചെറിയ സംഖ്യയായിരിക്കും. പക്ഷേ ഒരു ചെറിയ ഉറപ്പിച്ച് മതിയാകുമല്ലോ ഒരു ഫലം മുഴുവൻ നശിപ്പിക്കാൻ. അതുകൊണ്ടാണ് അഴിമതിയെ പൂർണ്ണമായും പുറത്തു നീക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. സർക്കാർ നടപ്പാക്കി വരുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ വിജിലൻസ് കോടതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അഴിമതിയെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ ഫലം അർഹതയുള്ള എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിജിലൻസ് സംവിധാനം കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നുണ്ട്. വിജിലൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ കോടതി സജ്ജമാക്കിയത്. ഇതോടെ നീതിന്യായ നിർവഹണ പ്രക്രിയ കൂടുതൽ ഊർജിതമാവുകയും കേസുകൾക്ക് അതിവേഗം തീർപ്പ് കൽപ്പിക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ KN ബാലഗോപാൽ, J ചിഞ്ചുറാണി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. M മുകേഷ് MLA, NK പ്രേമചന്ദ്രൻ MP, മേയർ ഹണി, ജില്ലാ സെഷൻസ് ജഡ്ജി NV രാജു, വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജി A മനോജ്, DIG K കാർത്തിക്, സദേൺ റേഞ്ച് SP V അജയകുമാർ, ടെൽസ തോമസ്, ഓച്ചിറ N അനിൽകുമാർ, AK മനോജ, A മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണത്തിൽ ചക്ക വിഭവങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ സമൃദ്ധമാക്കുകയാണ് പന്മന ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂൺ മീൽ കമ്മിറ്റി. കൊഴുപ്പുകളും കൊളസ്ട്രോളും കുറവായ ചക്കയിൽ പ്രോട്ടീൻ, ഫൈബർ, വിറ്റാമിനുകൾ, മഗ്നീഷ്യം, കോപ്പർ, സിങ്ക് എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ചക്കയുടെ ഈ പോഷക സമൃദ്ധിയാണ് ഉച്ചഭക്ഷണത്തിൽ ചക്ക വിഭവങ്ങൾ ഉൾപ്പെടുത്താൻ നൂൺ മീൽ കമ്മിറ്റിയെ പ്രേരിപ്പിച്ചത്. സ്കൂളിലെ ഉച്ചഭക്ഷണ മെനുവിലാണ് നമ്മുടെ നാട്ടിൽ സമൃദ്ധമായ ചക്കയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചക്കപ്പുഴുക്ക്, ചക്ക എരിശ്ശേരി, ചക്കത്തോരൻ, ചക്കക്കുരുക്കറി എന്നീ വിഭവങ്ങളാണ് നിലവിൽ സ്കൂളിലെ ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആഴ്ചയിൽ 2 ദിവസമാണ്
ചക്ക വിഭവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും എല്ലുകളുടെ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനുമെല്ലാം ചക്ക സഹായകരമാണ്. ചക്ക കഴിക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യതയെ അകറ്റി നിർത്താൻ കഴിയും. ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് നോൺ മീൽ കമ്മിറ്റി ചക്ക വിഭവങ്ങൾ സ്കൂളിലെ ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തിയത്. അധ്യാപകരും PTA SMC അംഗങ്ങളും ഒക്കെ ചേർന്നാണ് ചക്ക സ്കൂളിലെത്തിക്കുന്നത്. കറികൾ തയ്യാറാക്കാനും ഇവരുടെ സഹായമുണ്ട്. പ്രഥമാധ്യാപിക ഉൾപ്പെടെയുള്ളവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. പഴുത്ത ചക്കയുടെ ലഭ്യത അനുസരിച്ച് ചക്ക പ്രഥമൻ തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് നൽകാൻ ഒരുങ്ങുകയാണ് സ്കൂൾ നോൺ മീൽ കമ്മിറ്റി. ഞങ്ങളുടെ ഈ സ്കൂളിൽ 2 വർഷത്തോളമായി ഞങ്ങൾ സായാഹ്ന ഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഈ ആവിയിൽ പുഴുങ്ങിയ നാടൻ പലഹാരങ്ങളോട് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഈ അധ്യയന വർഷവും നമ്മൾ ഇന്ന് 3 മണിക്ക് അത് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മുതൽ പ്രഭാത ഭക്ഷണ പരിപാടിയും ആരംഭിച്ചു. ധാരാളം കുട്ടികൾ രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് സ്കൂളിലെത്തുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ അധ്യയന വർഷം നമുക്കറിയാം, ചക്ക എന്ന് പറയുമ്പോൾ വളരെയധികം പോഷക ഗുണമുള്ള ഒരു ഫലമാണ്. അത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായാലും അതുപോലെ തന്നെ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന നാരുകൾ ധാരാളമായി അടങ്ങിയ ഒരു വിഭവമാണ്. പ്രഥമാധ്യാപിക R ഗംഗാദേവി, PTA പ്രസിഡന്റ് അജിയം, വൈസ് പ്രസിഡന്റ് ആനന്ദകുമാർ, SMC ചെയർമാൻ പന്മന മഞ്ചേഷ്, നോൺ മീൽ ടീച്ചർ കോർഡിനേറ്റർ വിളയിൽ ഹരികുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് നോൺ മീൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇവർക്കൊപ്പം മദർ PTA അംഗങ്ങളും സജീവമായി രംഗത്തുണ്ട്. ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ചവറ ഉപജില്ലാ നോൺ മീൽ ഓഫീസർ K ഗോപകുമാറും സജീവമാണ്. എന്തായാലും ചക്ക വിഭവങ്ങൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ അധ്യയന വർഷം നമ്മൾ ഉച്ചഭക്ഷണത്തോടൊപ്പം ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ കൂടി കുട്ടികൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ PTAയും SMCയും അതുപോലെ തന്നെ ടീച്ചേഴ്സും നമ്മുടെ ഓഫീസ് സ്റ്റാഫും ഒക്കെ ചക്ക കളക്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള വിഭവങ്ങളാണ് നമ്മൾ ഉച്ചഭക്ഷണത്തോടൊപ്പം കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ അധ്യയന വർഷം പ്രഭാത ഭക്ഷണവും അതുപോലെ തന്നെ സായാഹ്ന ഭക്ഷണവും നമ്മൾ കുട്ടികൾക്ക് നൽകാനാണ്. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഫ്രൈഡ് റൈസ് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. മില്ലറ്റ് കൊണ്ടുള്ള വിഭവങ്ങളും നമ്മൾ ഈ കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി നിയമനത്തിൽ പ്രതിഷേധം. BJP അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മുൻപരിചയം ഉള്ളവരെ മാറ്റി നിർത്തി കോൺഗ്രസിന്റെയും CPMന്റെയും നോമിനികളെ അംഗനവാടികളിൽ നിയമിച്ചെന്നാണ് BJPയുടെ ആക്ഷേപം. ജയ് BJP, ജയ് ജയ് BJP. അഴിമതിയാണ് 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 പഞ്ചായത്തിൽ അഴിമതിയാണ് പഞ്ചായത്തിൽ അഴിമതിയാണ്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി വർക്കർ നിയമനം അനധികൃതമാണെന്ന് ആരോപിച്ചായിരുന്നു BJPയുടെ പ്രതിഷേധം. അംഗനവാടിയിൽ 4 വർഷം വരെ ജോലി ചെയ്തിട്ടുള്ള മുൻപരിചയമുള്ളവരെ മാറ്റി നിർത്തി കോൺഗ്രസിന്റെയും CPMന്റെയും നോമിനികളെ നിയമിച്ചെന്ന് ആരോപിച്ച് BJP അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിയോഗിച്ച ഇന്റർവ്യൂ ബോർഡിനെ നോക്കുകുത്തിയാക്കിയാണ് നിയമനം നടത്തിയതെന്നും BJP ആരോപിച്ചു. അനധികൃത നിയമനം റദ്ദു ചെയ്യണമെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. BJP ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പാറയിൽ രാധാകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ കുത്തിയിരിപ്പ് സമരം നടത്തേണ്ടി വന്ന സാഹചര്യം ഇവിടെ ശരത് കുമാർ പാട്ടത്തിൽ സൂചിപ്പിച്ചു. ഈ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി ഹെൽപ്പർ, അംഗനവാടി വർക്കർ എന്നിങ്ങനെയുള്ള നിയമനത്തിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ച് അതിനുശേഷം ഗ്രാമപഞ്ചായത്ത് കൂടി ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ച് ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ നിയമിച്ചു. ആ ഇൻ്റർവ്യൂ ബോർഡിനെയും ഒക്കെ നോക്കൂത്തിയാക്കിക്കൊണ്ട് അർഹരായ ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ട് അനർഹരായ കുറച്ച് ആൾക്കാർക്ക് മാത്രം നിയമനം കിട്ടിയ ഒരു സംഭവമാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരു സൂചന ആരംഭം എന്ന നിലയിൽ ഇതിനെതിരെ വരാൻ പോകുന്ന വലിയ സമര പരിപാടിയുടെ ആദ്യ പ്രവർത്തനം എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിലെ 4 മെമ്പർമാർ ഇവിടെ സമാധാനപരമായി ഇവിടെ വരുന്ന ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടെ കുത്തിയിരിപ്പ് സമരം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുകയാണ്. ശരത് കുമാർ പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. മഠത്തിൽ ബിജു, ശ്രീലത ജ്യോതികുമാർ,
ജെ മുരളീധരൻ, സുമാ രമേശ്, പ്രശാന്ത്, മഹേശ്വര പ്രസാദ്, നീലിമ പ്രസാദ്, ജി ജയകുമാർ, ജയപ്രകാശ്, അഗരി പ്രസാദ്, ശങ്കരൻകുട്ടി, ജയപ്രദീപ്, ചന്ദ്രബാബു, സുഭാഷ്, ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. 2014 മുതൽ 2022 വരെ തുടർച്ചയായി 6 മാസം താൽക്കാലിക അളവിൽ ജോലി ചെയ്തതും പിന്നീട് അതേവരെ ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ 2018 അപേക്ഷ വയ്ക്കുകയും ഞങ്ങളെ മുൻഗണനാ ക്രമത്തിൽ ഇതിനെ പരിഹരിച്ച് ഈ അപേക്ഷ ഉൾക്കൊള്ളിച്ചുകൊണ്ടും പിന്നെ മുകളിൽ നിന്നുള്ള ഉത്തരവെന്ന് പറയുന്നില്ല മുൻകാല കാലയളവിൽ ചെയ്തിട്ടുള്ളതുമായ ടീച്ചർമാരെ കയറ്റണമെന്നുള്ള രീതിയിലാണ് ഈ ഉത്തരവ് ഇറങ്ങിയതും. പക്ഷെങ്കിലും അതൊന്നും ഇവിടെ പാലിച്ചില്ല. ഒന്നാമത്തെ കഴിഞ്ഞ മാസം 15-ാം തീയതി ICDS ഓഫീസിൽ ചെന്നിട്ട് ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് വന്നു തിരക്കിയപ്പോൾ ലിസ്റ്റ് വരികയും അതിനകത്ത് 2ാം സ്ഥാനം SC ആയ എനിക്ക് ഉണ്ടെന്ന് ഞാൻ ബോധ്യപ്പെട്ട് വീട്ടിൽ വരികയും ചെയ്തു. പക്ഷേങ്കിൽ ആരും അറിയാതെ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കുകയും ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ശേഷം അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കുകയും പിറ്റേന്ന് രാവിലെ തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ SC ആയ ഞാൻ 13ാം റാങ്കിൽ കിടക്കുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിലെ പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് വ്യാപാരികൾ വീണ്ടും തടഞ്ഞു. ആവശ്യമായ പുനരധിവാസം നഗരസഭ ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വ്യാപാരികളുടെ പ്രതിഷേധം. ഈ സാധനങ്ങൾ അവർ സ്വയം മാറ്റാത്ത പക്ഷം നമുക്ക് ഈ സാധനങ്ങളെടുത്ത് മാറ്റേണ്ടി വരും. അതിന് പോലീസ് സഹായം ഞങ്ങൾക്ക് വേണം. നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഒരു കോറലോ ഒന്നോ ഏൽക്കാൻ പാടില്ല. അതിന്റെ ഉത്തരവാദിത്വം പോലീസിനാണ്. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിട്ട് നാളുകൾ ഏറെയായെങ്കിലും ഇനിയും പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനായിട്ടില്ല. വെള്ളിയാഴ്ച രാവിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനായി നഗരസഭ കരാറുകാർ എത്തിയെങ്കിലും പതിവ് പോലെ വ്യാപാരികൾ JCBയെയും ഉദ്യോഗസ്ഥരെയും തടഞ്ഞു. സ്ഥലം ഞങ്ങൾക്ക് ഉചിതമല്ല. ഞങ്ങൾക്ക് ആ സ്ഥലം ഉചിതമല്ല. ചോദിച്ചപ്പോഴാണ് സാറ് പറയാ 3 നമ്പർ ആയിട്ടേക്കുന്നത്. മാത്രമേ ഉള്ളൂ അവിടെ കട. നമുക്ക് കടകൾ ഒഴിപ്പിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അത് അനിവാര്യമാണ്. അപ്പൊ നിങ്ങൾ സ്വയം മാറാത്ത പക്ഷം ഹൈക്കോടതിയുടെ വിധിയുണ്ട്. അപ്പൊ നിങ്ങൾ സ്വയം മാറാത്ത പക്ഷം നമുക്ക് ഈ സാധനങ്ങൾ നമുക്ക് നഗരസഭയ്ക്ക് നീക്കം ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളെടുത്ത് നീക്കം ചെയ്താൽ പിന്നെ നിങ്ങൾ ഇതിന്റെ പുറകെ സാധനങ്ങൾ എടുക്കാനും ഒക്കെ വരും. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെയും നമ്മുടെ ഉദ്യോഗസ്ഥരൊന്ന് നിങ്ങളെ അറിയിച്ചു സാധനങ്ങൾ മാറ്റണം, ഇന്ന് രാവിലെ പോലീസ് സഹായത്തോടെ ഞങ്ങൾ വരും എന്ന് പറഞ്ഞത്. 24 മണിക്കൂർ വെച്ച് മാറാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ടീസ് തന്നു. ഞാൻ നേരിട്ട് വന്ന് നിങ്ങളെ അറിയിച്ചു 3 ദിവസത്തിനകം സാധനങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അടിപിടിയും കശപിശയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ സ്വയം നിങ്ങളുടെ സാധനങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും സമയം തന്നത്. വ്യാപാരികൾക്ക് ആവശ്യമായ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒരുക്കുന്നതിൽ നഗരസഭയ്ക്ക് വീഴ്ച പറ്റിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് വ്യാപാരികൾ രംഗത്ത് വന്നത്. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനെത്തുന്ന അധികൃതരെയും JCBയെയും വ്യാപാരികൾ തടയുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. കിഫ്ബി ഫണ്ട് 6.5 കോടി രൂപ ഉപയോഗിച്ചാണ് മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പുനലൂർ നിവാസികളുടെ പുതിയ മാർക്കറ്റ് എന്ന സ്വപ്നം സമയബന്ധിതമായി തീർക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ. അവർക്ക് മഴ ആയതുകൊണ്ട് മാറാൻ പറ്റില്ല, വീണ്ടും സമയം കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സൈറ്റ് ക്ലിയർ ചെയ്ത് കൊടുത്താലേ, കച്ചവടക്കാരെ ഒഴിപ്പിച്ചു കൊടുത്താലേ തീരദേശ വികസന വകുപ്പിന് ഇവിടെ നിർമ്മാണം ഈ നിലവിലുള്ള കെട്ടിടങ്ങൾ മാറ്റിയിട്ട് പുതിയ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും നേരിട്ട് വന്നത്. ഈ സാധനങ്ങളെല്ലാം നഗരസഭയുടെ വണ്ടിയിൽ കയറ്റി നീക്കം ചെയ്യാൻ, ഒരു സ്വയം ഒഴിയാത്ത പക്ഷം നഗരസഭയുടെ വണ്ടിയിൽ കയറ്റി നീക്കം ചെയ്യാനാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാർ നമ്മളോട് ഒരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്, ഒരു 5-ാം തീയതിക്കകം അവർ ഇവിടുന്ന് പൂർണ്ണമായും സാധനങ്ങൾ ഉൾപ്പെടെ മാറ്റി പകരം സംവിധാനം ഒരുക്കി അവർ മാറാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ഈ ഒരു 5-ാം തീയതി വരെ സമയം കൊടുത്താണ് 6-ാം തീയതി രാവിലെ നഗരസഭാ ഉദ്യോഗസ്ഥർ പോലീസ് സഹായത്തോടെ വന്ന് ഈ സാധനങ്ങൾ മാറ്റിയാലും ഇല്ലെങ്കിലും അത് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു. ക്ഷയരോഗികൾക്ക് തുടർച്ചയായി 6 മാസം പോഷകാഹാരം നൽകുന്നതിന്റെ ഭാഗമായാണ് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തത്. ക്ഷയരോഗികൾക്ക് 6 മാസം തുടർച്ചയായി പോഷകാഹാരം നൽകുന്നതിന്റെ ഭാഗമായുള്ള 3ാം ഗഡു വിതരണമാണ് നടത്തിയത്. CR മഹേഷ് MLA പോഷകാഹാര കിറ്റുകളുടെ വിതരണം നിർവഹിച്ചു.
തഹസീൽദാർ ആർ സുശീല മുഖ്യപ്രഭാഷണം നടത്തി. ഡി സുമംഗല അധ്യക്ഷത വഹിച്ചു. കോടിയാട്ട് രാമചന്ദ്രൻ പിള്ള, NS അജയകുമാർ, ഡോക്ടർ പി മീന, പ്രൊഫസർ ഡോക്ടർ KG മോഹൻ, നാസർ പോച്ചയിൽ, G സുന്ദരേശൻ, സുജ പി, സജീവ് മാമ്പറ, മഹേഷ് എന്നിവർ പങ്കെടുത്തു. പുതുതായി ചുമതലയേറ്റ തഹസീൽദാർ ആർ സുശീലയെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ലഹരിവിരുദ്ധ ദിനത്തിൽ സുംബ ഡാൻസും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കൊല്ലം പട്ടത്താനം വിമല ഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. രാജ്യാന്തര ലഹരി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പട്ടത്താനം വിമല ഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൂംബയും ഫ്ലാഷ് മോബും സ്കിറ്റും സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം പ്രഥമാധ്യാപിക സിസ്റ്റർ ഫ്രാൻസിനി മേരി നിർവഹിച്ചു. ലഹരി വിരുദ്ധ ദിനം വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. കാരണം ജീവിതത്തെ അപകടത്തിലാക്കുന്ന ലഹരി വസ്തുക്കൾ മാറ്റിവെച്ച് ജീവിതം തന്നെ ഒരു ലഹരിയാക്കണം എന്നുള്ള വലിയൊരു സന്ദേശം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പതിയണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദിവസം ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് ഞങ്ങൾ ആഘോഷിക്കുന്നത്. സോഷ്യൽ സയൻസ് കൺവീനർ മേരി ഹെലൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി പ്രഥമാധ്യാപിക ആനി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥിനി ദേവനന്ദ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യമേറിയ വിഷയം തന്നെയാണ് ലഹരി എന്നത്. ലഹരിയുടെ ഉള്ള അടിമത്തം കൂടി നിൽക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ലഹരിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയാണ് 1989 മുതൽ ജൂൺ 26 നാം ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. സത്യത്തിൽ എന്താണ് ലഹരി? വായന ലഹരിയാണ്, പാട്ട് പാടുന്നത് ലഹരിയാണ്, പാട്ട് കേൾക്കുന്നത് ലഹരിയാണ്. പക്ഷേ മദ്യം, MDMA എന്നിങ്ങനെ ഒട്ടേറെ ലഹരി വസ്തുക്കളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്ക് ഒരു മനുഷ്യനെ, അവൻ്റെ ബുദ്ധിയെ, അവൻ്റെ ശക്തിയെ, എന്തിനേറെ അവനെ തന്നെ, അവൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിനെ തന്നെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന് നാം മനസ്സിലാക്കുക. സെന്റ് ജോസഫിൻ ജോർജ് സൂംബ ഫിറ്റ്നസ് ഡെമോൺസ്ട്രേഷന് നേതൃത്വം നൽകി. ബിജു പി തോമസ്, ഷിജിൻ, ഷെറിൻ റൊസാരിയോ, സിസ്റ്റർ ജിൽജിയ എന്നിവർ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബിഷപ്പ് ജെറോം നഗർ, RK വെഡ്ഡിംഗ് മാൾ, വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം LPS, ബാലികാമറിയം LPS എന്നിവിടങ്ങളിലും ഫ്ലാഷ് മോബും സുംബയും സ്കിറ്റും നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബയോഡീസൽ എന്ന പേരിൽ സംസ്ഥാനത്തേക്ക് വ്യാജ ഇന്ധനം ഒഴുകുന്നതായി പമ്പുടമകൾ. പമ്പുകളിൽ പരിശോധന ശക്തമാക്കണമെന്ന് ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ് ആവശ്യപ്പെട്ടു. വ്യാജ ഇന്ധന കടത്തിനെതിരെ സർക്കാർ നടപടി ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്തേക്ക് വൻതോതിൽ വ്യാജ ഇന്ധനം ഒഴുകുന്നതായാണ് പമ്പുടമകൾ പറയുന്നത്. ബയോഡീസൽ എന്ന വ്യാജേനയാണ് സംസ്ഥാനത്തേക്ക് വ്യാജ ഇന്ധനം കടത്തുന്നത്. പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നായി 4000-ലധികം പെട്രോൾ പമ്പുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ലൈസൻസിനായി കാത്തിരിക്കുന്ന 1000-ഓളം പമ്പുകൾ വേറെയുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇന്ധന നികുതി കൂടുതലാണ്. ഇതിനാൽ പമ്പുകൾക്ക് ലഭിക്കുന്നത് തുച്ഛമായ വരുമാനം മാത്രമാണ്. ഈ സാഹചര്യം മുതലെടുത്താണ് വ്യാജ ഇന്ധന സംഘം കേരളത്തിൽ സജീവമാകുന്നത്. ലിറ്ററിന് 50 രൂപയിൽ താഴെ മാത്രം വില വരുന്ന ഇന്ധനം വാഹനങ്ങൾക്ക് കേടുപാടുകൾക്ക് കാരണമാകും. സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നികുതി നഷ്ടവും ഉണ്ടാക്കും. ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ് നൽകിയ പരാതിയെ തുടർന്ന് GST വകുപ്പ് നടത്തിയ പരിശോധനയിൽ വൻതോതിൽ വ്യാജ ഇന്ധനം പിടികൂടിയിരുന്നു. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് പരിശോധന അവസാനിപ്പിക്കുകയായിരുന്നെന്ന്
ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷറഫ് സഫ പറഞ്ഞു. ഇന്ധന വിൽപ്പന ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. മുൻകാലങ്ങളുള്ള പെട്രോൾ പമ്പുകളുടെയൊക്കെ കണക്ക് പരിശോധിച്ചാൽ ബിസിനസ് 50% താഴെ ആയിരിക്കുകയാണ്. ഇതിൻ്റെ മുഖ്യമായ കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നികുതി വർധനവും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത് മുതലെടുത്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ ഇന്ധനം കൊണ്ടുവരുന്ന ലോബി ഇവിടെ ശക്തമാവുകയും സമാന്തര പമ്പുകൾ വഴി അവർ വൻതോതിൽ ഡീസൽ ലോറികൾ, റോഡ് കോൺട്രാക്ടർമാർ, മത്സ്യബന്ധന ബോട്ടുകൾ തുടങ്ങി ബൾക്കായിട്ട് ഇന്ധനം ആവശ്യമുള്ളവർക്കെല്ലാം ഏകദേശം 10 രൂപ വരെ നിലവിൽ മാർക്കറ്റിനേക്കാൾ കുറച്ചവർക്ക് വിൽക്കാൻ കഴിയുന്നു. നേരത്തെ മുൻകാലങ്ങളിൽ നികുതി വെട്ടിച്ചുള്ള അന്യ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിൻ്റെ പ്ലാന്റുകൾ കേരളത്തിൻ്റെ മിക്ക ജില്ലകളിലും സ്ഥാപിച്ചു കഴിഞ്ഞു. വ്യാജ ഇന്ധനം, ബയോഡീസൽ എന്ന പേരിൽ മറ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വ്യാജ ഇന്ധനമാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി, നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്നിവർക്ക് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് നിരവധി നിവേദനങ്ങൾ കൊടുത്തിരുന്നെങ്കിലും ഏറ്റവും അവസാനം ഞങ്ങൾ കോഴിക്കോട് മൂലയിൻ്റെ പ്രവർത്തനം തുടങ്ങി ഞങ്ങളുടെ സംഘടനയുടെ നേതാക്കൾ ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും അധികാരികളെയും ഇത് നേരിൽ കാണിച്ചു കൊടുക്കുകയും അപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ ബോധ്യമായതും. വ്യാജ ഇന്ധനക്കടത്തിനെതിരെ സർക്കാർ നടപടി ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട സമരത്തിനൊരുങ്ങുകയാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ പമ്പുടമകൾ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ജീവിതത്തിന്റെ ഇരുണ്ട വഴികളിലൂടെയാണ് അഞ്ചൽ പനയഞ്ചേരി സ്വദേശിനി ഓമനയുടെ യാത്ര. രോഗിയായ ഭർത്താവും നിർമ്മാണം പൂർത്തിയാകാതെ പാതി വഴിയിലായ വീടും ഇവരെ വിഷമവൃത്തത്തിലാക്കുകയാണ്. വാടക വീട്ടിൽ കഴിയുന്ന ഇവരുടെ ഏക വരുമാനം സ്വകാര്യ സ്ഥാപനത്തിൽ മകൾ ജോലി ചെയ്ത് ലഭിക്കുന്ന ശമ്പളം മാത്രമാണ്. വീടിന്റെ വാടകയും മരുന്നുകളും ചെലവുമെല്ലാം ഒരാളുടെ ചെറിയ വരുമാനത്തിൽ നടത്തേണ്ടി വരുന്നതിന്റെ വിഷമവും ഏറെയാണ്. രോഗം വന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. എനിക്ക് 2 പെൺപിള്ളേരാണുള്ളത്. 2 പേരെ അയച്ചു. ഒരെണ്ണത്തിൻ്റെ ജീവിതം ആകപ്പാടെ കഷ്ടത്തിലാണ്. 2 കുട്ടികളും ഉണ്ട്. എൻ്റെ ഭർത്താവിനാണെങ്കിൽ സുഖമില്ല. വാൾവ് മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോഴദ്ദേഹത്തിനെയും കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങുവാണ്. അപ്പോഴെനിക്ക് ഈ വീട് നിങ്ങളെല്ലാവരും കൂടി അത് ഒരു തന്മനസ്സൊക്കെ കാണിച്ച് ഞങ്ങൾക്കതിൽ കയറി കിടക്കാനുള്ളൊരിത് നിങ്ങളുടെ മനസ്സലിഞ്ഞ് നിങ്ങളത് ചെയ്താൽ എനിക്കത് പുണ്യമായിട്ട് ഞാൻ കരുതും. അഞ്ചൽ പനയഞ്ചേരി സ്വദേശിനി ഓമനയുടെ ഭർത്താവ് കൃഷ്ണൻകുട്ടിക്ക് കൂലിപ്പണിയായിരുന്നു. വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടിയന്തിരമായി നടത്തേണ്ട സാഹചര്യത്തിലാണ് ഇദ്ദേഹം. ഇവരുടെ പേരിൽ ആകെയുണ്ടായിരുന്ന 5 സെന്റ് വസ്തുവും വീടും 10 വർഷങ്ങൾക്ക് മുമ്പ് 2 പെൺമക്കളുടെ വിവാഹത്തിനായി വിറ്റു. പിന്നീട് ഇവർ വാടകയ്ക്കാണ് കഴിയുന്നത്. മൂത്ത മകളുടെ വിവാഹ ജീവിതം പരാജയപ്പെട്ടതോടെ മകളും 2 കൊച്ചുമക്കളും ഇവർക്കൊപ്പമാണ് കഴിയുന്നത്. മൂത്ത മകൾ അഞ്ചലിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്ന വരുമാനം മാത്രമാണ് ഇവർക്കുള്ളത്. ഇന്ന് ഞങ്ങൾ 10 വർഷം കൊണ്ട് വാടകയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്. വാടക കൊടുത്തൊരു കുഞ്ഞിൻ്റെ വരുമാനം കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. അത് ഭർത്താവിന് മരുന്നിനും തൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാം എൻ്റെ ഒരു കുഞ്ഞാണ് എനിക്കുള്ളത്. വേറെ ആരുടെയും വേറെ ഒരു സഹായം നമുക്കില്ല. മറ്റ് നാട്ടുകാരെ കൊണ്ടുള്ള സഹായം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അവർ നമ്മളെ സഹായിക്കുന്നുമുണ്ട്. കുഞ്ഞുങ്ങൾ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മനസ്സിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് ആ അലിവ് തോന്നി ആ വീടൊന്നും ആ പണി തീർത്ത് തന്നാൽ ഞങ്ങൾ സന്തോഷമായിട്ട് ആ വീടിനകത്ത് കയറി എൻ്റെ പാവപ്പെട്ട മനുഷ്യനെയും കൊണ്ട് അതിനകത്ത് കയറി ജീവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മൂത്ത മകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഏരൂർ നടുക്കുന്നുപുറത്ത് 3 സെന്റ് സ്ഥലവും വീട് വെക്കാൻ സഹായവും നൽകിയിരുന്നു. എന്നാൽ വീടിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിന്നതോടെ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം ഇവർക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതും ഓമനയുടെ ഭർത്താവിൻ്റെ ചികിത്സയും ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. മൂത്ത മകളുടെ വരുമാനം കൊണ്ട് കുടുംബത്തിന് കഴിഞ്ഞുകൂടുക ഏറെ പ്രയാസകരവുമാണ്. എനിക്ക് വാടക കൊടുക്കാൻ നിവർത്തിയില്ല. 10,000-4,000 രൂപ മാസം തോറും വാടക കൊടുക്കുക. ഒരു കൊച്ചിറങ്ങിപ്പോയി കൊണ്ടുവരുന്നതാണ്. അത് കൊണ്ടുവന്ന് വീട്ടിലെ കാര്യം നോക്കണം. തന്തയുടെ മരുന്ന് ഇതെല്ലാം കൂടെ ആകുമ്പം അതിൻ്റെ ജീവിതം അത്ര ഇതിലല്ല. അതുകൊണ്ട് ഈ വീട് എല്ലാവരും കൂടി നിങ്ങളെല്ലാവരും കൂടെ മനസ്സ് വെച്ച് ഈ ഒരു സഹായം എന്നെ ഒന്ന് സഹായിച്ചാൽ ഞങ്ങൾക്ക് അതിനകത്ത് കയറി ചുരുണ്ട് കിടക്കാനുള്ളൊരു ഇത് നിങ്ങൾ കാണിച്ചാൽ ഞങ്ങൾക്ക് അത്രയും നല്ല. ഇതുകൊണ്ട് തന്നെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം. മുടങ്ങിക്കിടക്കുന്ന വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന സ്വപ്നങ്ങളിലൊന്ന്. ഒപ്പം കൃഷ്ണൻകുട്ടിയുടെ ചികിത്സയ്ക്കുള്ള ചെലവും കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
റോഡ് നിർമ്മാണത്തിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ തൃക്കോയിക്കൽ വാർഡിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. പോലീസ് സ്റ്റേഷൻ പുഞ്ചിരിമുക്ക് റോഡിന്റെ പ്രവൃത്തിയിലാണ് അഴിമതി ആരോപണം ഉയർന്നത്. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ തൃക്കോയിക്കൽ വാർഡിലെ പോലീസ് സ്റ്റേഷൻ പുഞ്ചിരിമുക്ക് റോഡിൽ നിലവിലുണ്ടായിരുന്ന കോൺക്രീറ്റ് റോഡിന്റെ 100 മീറ്റർ ഭാഗത്ത് ഇരുവശങ്ങളിലും നടത്തിയ ഐറിഷ് പ്രവർത്തികളിലാണ് അഴിമതി ആരോപണം ഉയർന്നത്. നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന് തൊട്ടരികിൽ ഏകദേശം 50 മീറ്ററോളം ഭാഗം പൂർണ്ണമായും പൊളിഞ്ഞു. കാൽനട യാത്ര പോലും ദുഷ്കരമാകുന്ന തരത്തിൽ ഇവിടം തകർന്നിട്ടുണ്ട്. ചെളിക്കെട്ടും ഊറ്റും നിറഞ്ഞ ഭാഗത്തെ തകർച്ച പരിഹരിക്കാതെ സ്വകാര്യ വ്യക്തികളെ സഹായിക്കുന്നതിനായി കോൺക്രീറ്റ് പ്രവൃത്തികൾ ചെയ്തെന്നാണ് ആരോപണം. കേന്ദ്ര ഫണ്ട് വകമാറ്റി ചെലവഴിച്ചെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മുഖേന പഞ്ചായത്തിന് അനുവദിച്ച CFC ഫണ്ടിൽ നിന്ന് ഗ്രാൻഡായി ലഭിച്ച 1 കോടി രൂപയിൽ 35 ലക്ഷം രൂപ ശുചിത്വവുമായി ബന്ധപ്പെട്ട് അഴുക്കുചാൽ നിർമ്മാണത്തിന് വേണ്ടി മുഴുവൻ വാർഡുകളിലും വിനിയോഗിക്കേണ്ട തുകയാണ്. ഈ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിർമ്മാണ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകുമെന്ന് കോൺഗ്രസ് പഞ്ചായത്ത് കോർ കമ്മിറ്റി ചെയർമാൻ CJ ഷോം, മണ്ഡലം പ്രസിഡന്റ് ഗീവർഗീസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ രാജേഷ്, PT കൊച്ചുമ്മച്ചൻ, പത്തടി സുലൈമാൻ, ബിജു റോയി, ഷറഫുദ്ദീൻ എന്നിവർ പറഞ്ഞു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിനിധാനം ചെയ്യുന്ന തൃക്കോയിക്കൽ വാർഡിലെ ഏരൂർ പോലീസ് സ്റ്റേഷൻ മുതൽ പുഞ്ചിരിമുക്ക് വരെ ഉള്ള ആ റോഡിൻ്റെ പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രദേശത്തെ റോഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ടുകൊണ്ടാണ് ഇവിടുന്ന് അറിഞ്ഞാണ് ഈ പ്രദേശത്തേക്ക് ഞങ്ങൾ കടന്നു വന്നത്. നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 150 മീറ്ററോളം ഭാഗം ചെളിക്കുണ്ടായി കിടന്ന് കാൽനട യാത്ര പോലും ദുഷ്കരമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെ നിലവിലുണ്ടായിരുന്ന കോൺക്രീറ്റ് റോഡിൻ്റെ ഇരുവശവും റോഡിൻ്റെ നമുക്കറിയാം 2 സൈഡുകളിൽ ഈ പഞ്ചായത്തിൻ്റെ ആയാലും എവിടെയായാലും 2 സൈഡ് മുഴുവൻ കാട് മൂടി കിടക്കുന്ന സാഹചര്യമാണ്. കാട് നീക്കം ചെയ്തു എന്നുള്ള രീതിയിൽ ആ കാട് JCB കൊണ്ടുവന്ന് കാട് മുഴുവൻ നീക്കം ചെയ്യുകയും അതിനുശേഷം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇത് പൊളിഞ്ഞു കിടക്കുന്നു എന്ന് വരുത്തുവാൻ വേണ്ടി അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്ന ആളുകൾ അതിൻ്റെ ഫോട്ടോ എടുക്കുകയും അതിനുശേഷം ഈ റോഡിൻ്റെ 2 സൈഡും ഐറിഷ് ചെയ്ത് ഇരിക്കുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കൊരു പ്രദേശത്തെ ഒരു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യം തകർന്നു കിടക്കുന്ന മേഖല സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ നിലവിലുണ്ടായിരുന്ന കോൺക്രീറ്റ് റോഡിൻ്റെ 2 സൈഡും അനാവശ്യമായി പൈസ വിനിയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് സ്വകാര്യ 2 വസ്തുക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാൽനട പോലും ദുസ്ഥിതിയിലായ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇപ്പൊ 2 ആഴ്ച കൊണ്ടായി ഈ ഒരു പരിവായത്. അതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പോകാൻ. ഓട്ടോ എല്ലാം പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ 2 ആഴ്ച കൊണ്ട് ഓട്ടോകളൊന്നും ഇതുവഴി വരുന്നില്ല. അങ്ങനെ ഇത്രയും ഭാഗം ഒന്ന് റെഡിയാക്കി തന്നിരുന്നെങ്കിൽ നമുക്ക് നല്ല ആൾക്കാർക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇത്രയും പ്രശ്നമായത് ഇപ്പൊ അതുകൊണ്ടാണ്. അല്ലാതെ വണ്ടി പോയിക്കൊണ്ടിരുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. ആൾക്കാരും നടന്നു പോയിക്കൊണ്ടിരുന്നതാ. ഭാരം കയറ്റി വാഹനങ്ങൾ നിരന്തരം പോയതാണ് പാതയുടെ തകർച്ചയ്ക്ക് കാരണമായതെന്നും വലിയ വാഹനങ്ങൾ ഇതുവഴി പോകരുതെന്ന നാട്ടുകാരുടെ ആവശ്യം മുഖവിലക്കെടുക്കാത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു. ഈ വർക്കിന് ആവശ്യമായ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് സാധനങ്ങൾ വന്നത് മുഖേനയാണ് ഇപ്പം ഇത്രയും ഒരവസ്ഥയിലേക്ക് റോഡ് എത്തിയത്. അപ്പം ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഇറങ്ങി പറഞ്ഞായിരുന്നു, കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ ആ ഓണറെ കിട്ടിയില്ല. അവരുടെ വണ്ടി കൊണ്ടുവന്ന ആളിനോട് പറഞ്ഞായിരുന്നു, നമുക്ക് ബാലൻസ് കിടക്കുന്ന ഇത്രയും ആ മറ്റിലോ എന്തെങ്കിലും കൊണ്ടുവന്ന് ആ കുഴി ഒന്ന് നികത്തിയിട്ട് പോയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നെന്ന് അവരോടൊന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വേറെ ആരെയും കണ്ടില്ല പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞ മറുപടി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ നഗരസഭാ പാർക്ക് നവീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നു. 25 വർഷം മുൻപ് ജവഹർ ബാലഭവനോട് ചേർന്ന് നിർമ്മിച്ച പാർക്കാണ് ജീർണാവസ്ഥയിലായത്. കോൺക്രീറ്റ് ഇരിപ്പിടങ്ങൾ, ശില്പങ്ങൾ എന്നിവയും നശിച്ചു. കല്ലടയാറിന്റെ തീരത്താണ് നഗരസഭാ പാർക്ക്. ഒരു കാലത്ത് പുനലൂരിന്റെ പ്രൗഢി വിളിച്ചൂതുന്നതായിരുന്നു നഗരസഭാ പാർക്ക്. 25 വർഷങ്ങൾക്ക് മുമ്പ് ജവഹർ ബാലഭവന് സമീപമാണ് നഗരസഭ പാർക്ക് നിർമ്മിച്ചത്. പാർക്കിലെ കോൺക്രീറ്റ് ഇരിപ്പിടങ്ങൾ തകർന്നു തുടങ്ങി, ശില്പങ്ങളും നശിച്ചു. കുട്ടികൾക്ക് വിനോദത്തിനായി കൊണ്ടുവന്ന ഉപകരണങ്ങൾ പൂർണ്ണമായും തുരുമ്പെടുത്തു. കല്ലടയാറിൻ്റെ ഭംഗി ആസ്വദിച്ച് സായാഹ്നങ്ങൾ ചെലവഴിക്കുന്നതിന് നിരവധി പേരാണ് ഇവിടെ എത്തിയിരുന്നത്. ഒരു കാലത്ത് പ്രൗഢിയോടെ നിലനിന്ന പാർക്കാണ് ഇപ്പോൾ ജീർണാവസ്ഥയിലെത്തിയത്. എന്നിട്ടും
നവീകരിക്കാൻ ആവശ്യമായ നടപടി നഗരസഭ സ്വീകരിച്ചില്ല. ഇതിനെതിരെ ജനങ്ങളിൽ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓടയിൽ കാൽ കുടുങ്ങി കരുനാഗപ്പള്ളി സ്വദേശിക്ക് പരിക്ക്. ആലങ്കടവ് സ്വദേശി സജീവിനാണ് പരിക്കേറ്റത്. ആലപ്പുഴ ആര്യാട്ടായിരുന്നു സംഭവം. ഓടയുടെ സ്ലാബിനടിയിൽ കാൽ കുടുങ്ങിയാണ് പരിക്കേറ്റത്. ഓടയുടെ സ്ലാബിനിടയിൽ കാൽ കുരുങ്ങിയാണ് യാത്രക്കാരന് പരിക്കേറ്റത്. ആലപ്പുഴ ആര്യാട്ടായിരുന്നു സംഭവം. ആര്യാട് പഞ്ചായത്തിലെ 8-ാം വാർഡിലെ സർഗ ജംഗ്ഷനിൽ കഴിഞ്ഞ രാത്രിയാണ് സംഭവമുണ്ടായത്. കരുനാഗപ്പള്ളി ആലിൻകടവ് കുന്നേൽ കിഴക്കതിൽ 46-കാരനായ സജീവിനാണ് പരിക്കേറ്റത്. റോഡരികിലെ സ്ലാബിനിടയിലൂടെ കാൽ തെന്നി ഓടയിലേക്ക് പോവുകയായിരുന്നു. ആലപ്പുഴയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. പിന്നീട് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പുതിയ കനാൽ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം. കരീപ്ര പഞ്ചായത്തിലെ കൊടുവിള പൂമല ഭാഗത്താണ് വാഹന ഗതാഗതം സാധ്യമാകുന്ന പുതിയ കനാൽ പാലം വേണമെന്ന ആവശ്യം ഉയരുന്നത്. നിലവിൽ കാൽനട യാത്രക്കാർക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയ പാലമാണ് ഇത്. കരീപ്ര ഗ്രാമപഞ്ചായത്തിലെ കൊടുവിള പൂമല ഭാഗത്ത് വാഹന ഗതാഗതം സാധ്യമാകുന്ന പുതിയ കനാൽ പാലം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. നിലവിൽ കാൽനട യാത്രക്കാർക്ക് മാത്രം പോകാൻ കഴിയുന്ന ചെറിയ പാലമാണ് ഇവിടെയുള്ളത്. വാഹന ഗതാഗതത്തിന് കഴിയുന്ന തരത്തിലുള്ള പാലം വേണമെന്നത് പ്രദേശവാസികളുടെ ദീർഘകാല ആവശ്യമാണ്. ഗുരുനാഥമോൾ വാർഡ് പൂമലപ്പാലം വളരെ വീതി കുറഞ്ഞ പാലമാണ്. കാൽനടക്കാർക്ക് മാത്രമേ അതിൽ കൂടി പോകാൻ പറ്റുകയുള്ളൂ. ആ പാലം വീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കിയാൽ ഒട്ടനവധി പേർക്ക് കിലോമീറ്ററോളം യാത്ര ഒഴിവാകുകയും സമയലാഭം ഉണ്ടാവുകയും ചെയ്യും. പൂമല ഭാഗത്തുനിന്ന് ഗുരുനാഥൻ മുകൾ ഈലിയോട് റോഡിലേക്ക് വേഗത്തിലെത്താൻ പുതിയ പാലം ഉപകരിക്കും. കൊടുവിള ഭാഗത്തുള്ളവർക്ക് വേഗത്തിൽ എഴുകോൺ, ഇടയ്ക്കിടം, പ്ലാക്കോട്, കരീപ്ര തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്നതിനും ഈ വഴി സഹായകരമാണ്. പ്രദേശത്തെ കൃഷിക്കാർക്കും പുതിയ പാലം വരുന്നത് പ്രയോജനപ്പെടും. സമീപത്തെ ഇടയ്ക്കിടം പട്ടികജാതി ഉന്നതിയോട് ചേർന്ന പഴക്കമുള്ള ചെറിയ പാലം പൊളിച്ച് സമീപകാലത്ത് വലിയ പാലം നിർമ്മിച്ചിരുന്നു. ഇതേ മാതൃകയിൽ പൂമല ഭാഗത്തെ പാലത്തിനും വികസനം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് മന്ത്രി KN ബാലഗോപാലിനും തദ്ദേശ സ്ഥാപന അധികൃതർക്കും നിവേദനം നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. പ്രധാന വാർത്തകൾ വീണ്ടും. കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല, അകാരണമായി സേവനങ്ങൾ വൈകിപ്പിക്കുന്നതും ലഭ്യമാകാതിരിക്കുന്നതും അഴിമതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതിയെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ ഫലം എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിജിലൻസ് സംവിധാനം ഇടപെടൽ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണം. പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് വ്യാപാരികൾ വീണ്ടും തടഞ്ഞു. ആവശ്യമായ പുനരധിവാസം നഗരസഭ ഒരുക്കുന്നില്ലെന്ന് വ്യാപാരികൾ. ബയോഡീസൽ എന്ന പേരിൽ സംസ്ഥാനത്തേക്ക് വ്യാജ ഇന്ധനം ഒഴുകുന്നതായി പമ്പ് ഉടമകൾ. പരിശോധന ശക്തമാക്കണമെന്ന് ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ്. വ്യാജ ഇന്ധന കടത്തിനെതിരെ സർക്കാർ നടപടി ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. പുനലൂർ നഗരസഭാ പാർക്ക് നവീകരിക്കണമെന്ന് ആവശ്യം. 25 വർഷം മുമ്പ് നിർമ്മിച്ച പാർക്ക് ജീർണാവസ്ഥയിൽ. കോൺക്രീറ്റ് ഇരിപ്പിടങ്ങൾ, ശില്പങ്ങൾ എന്നിവയും നശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.